മനസ്സമ്മതം കഴിഞ്ഞ് സ്റ്റേജിൽ നിങ്ങൾ കയറി നിന്നപ്പോൾ നിങ്ങളോട് ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പോൾ എന്തു തോന്നുന്നു എന്നാണ്. രണ്ടുപേരും പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന പോലെ അന്ന് നിന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് ഇന്ന് എന്തു തോന്നുന്നു എന്ന് പറയാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല ഏട്ടാ. കല്യാണം കഴിഞ്ഞു. പാവനമായ പവിത്രമായ വിവാഹാന്തസ്സിലേക്ക് രണ്ടുപേരും പ്രവേശിച്ചു. ഇനി രണ്ടുപേർക്കും എന്തു തോന്നിയാലും അന്ന് മനസ്സമ്മതം മൂളിക്കഴിഞ്ഞ് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും എല്ലാവിധ സപ്പോർട്ടുകളും നൽകി നിങ്ങളുടെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും വേണം പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കി സ്നേഹത്തിലും സഹകരണത്തിലും യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ. വിവാഹത്തിലൂടെ രണ്ട് വ്യത്യസ്ത കുടുംബത്തിലെ രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നു വന്ന രണ്ടുപേർ തമ്മിലാകുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു വീട്ടിലെ മൂത്ത ആളും മറ്റേ വീട്ടിലെ ഇളയ ആളും ആയാൽ നന്നായിരിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് സത്യമാണെന്ന് ബോധ്യം വന്നിട്ടുമുണ്ട്. ഇവിടെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രവേശിച്ച മരിയ ആ വീട്ടിലെ മൂത്തയാളും ഡാനിൻ്റെ ഞങ്ങളുടെ വീട്ടിലെ ഇളയാളുമാണ്. മരിയ അവരുടെ കുടുംബത്തിന് എന്നും ഒരു പ്രൗഡ് ആയിരുന്നു എന്ന് ഡാനിൻ്റെ തന്നെ പറഞ്ഞ് ഞങ്ങൾക്കറിയാം. അതങ്ങനെ തന്നെ വരൂ. വീട്ടിലെ മൂത്തയാൾ ആ വീട്ടിലോട്ട് കൊടുക്കുന്ന സപ്പോർട്ട് അത് വളരെ വലുത് തന്നെയാണ്. അതും സ്വന്തം അനുഭവത്തിൽ നിന്ന് നന്നായി മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. പുതിയ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന ആശങ്കകൾ ഒക്കെ മരിയയ്ക്കും ഉണ്ടാകുമെന്നറിയാം. പക്ഷേ മരിയയോടും വീട്ടുകാരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആ രീതിയിലുള്ള ഒരു വേവലാതിയും വേണ്ട. ഒരു നല്ല കുടുംബത്തെ കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. തിരിച്ചും അങ്ങനെ തന്നെയാണെന്നറിയാം, എങ്കിലും ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി ഞങ്ങളുടെ എല്ലാം പ്രൗഡായ ഡാനിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനെനിക്ക് അനിയൻ മാത്രമല്ല, അതിലുപരി ഒരുപാട് മുകളിലാണ്. ഒരു തരത്തിൽ എൻ്റെ മകനെ പോലെ തന്നെ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഡാനിൻ്റെ ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ വീട്ടിൽ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് ബോംബെയിലേക്ക് ജോലിക്ക് പോയി. ജോലിയും തനിയുള്ള പഠനവും വീട്ടിലെ മറ്റു ഉത്തരവാദിത്തങ്ങളും. പിന്നെ വർഷത്തിൽ ലീവിന് വരുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, വീട്ടിൽ കുഞ്ഞു കുസൃതികളുമായി ഓടി നടന്ന് കളിക്കുന്ന എൻ്റെ ഡാൻ്റെ മോനെ. ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ നാട്ടിൽ ലീവിന് വരുമ്പോൾ ഡാനിൻ്റെ സ്കൂളിൽ PTA മീറ്റിങ്ങിനൊക്കെ പോകും. ആ സമയത്ത് അവൻ്റെ കൂട്ടുകാരും ചിലപ്പോൾ ടീച്ചർമാരും അവനോടും എന്നോടും ഞാൻ അവൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നതാണ്. അതെ, ഒരു തരത്തിൽ അങ്ങനെ തന്നെയാണ് അവൻ എനിക്ക്. ചേച്ചിയും കുഞ്ഞു ഡാനിണ്ടും തമ്മിൽ തരക്കേടില്ലാത്ത അടിയും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ലച്ചുമോളും ഉണ്ണിക്കുട്ടനും തമ്മിൽ നടക്കുന്ന കശപിശകൾ പോലെയൊക്കെ തന്നെ. അത് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നത് തന്നെ. എൻ്റെ കല്യാണം കഴിയുമ്പോൾ ഡാനിൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡാഗിമോൾ BSc നഴ്സിങ്ങിന് പഠിക്കുന്നു. എൻ്റെ ഭാര്യ അവരുടെ വീട്ടിലെ ഏറ്റവും ഇളയമോളായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മുതൽ ഞങ്ങളുടെ വീട്ടിലെ ഏട്ടത്തിയമ്മ തന്നെയായിരുന്നു ജിഷ. ഇളയമോനായതുകൊണ്ട് ഞങ്ങളുടെ പപ്പയും അമ്മയും കുറച്ച് കൂടുതൽ ലാളിച്ചു തന്നെയാണ് അവനെ വളർത്തിയിട്ടുള്ളത്. അവന് ക്രിക്കറ്റ് കളി കുറച്ച് കൂടുതലായിരുന്നു. 10ാം ക്ലാസ് ആയപ്പോൾ ഏട്ടത്തിയമ്മ കുറച്ചൊക്കെ സ്ട്രിക്റ്റായി. ആ സമയം ടീനേജുകാരൻ്റെ ഒരു പ്രതിഷേധമൊക്കെ അവൻ പ്രകടിപ്പിക്കുന്ന പ്രായമായിരുന്നെങ്കിലും ഒരു നല്ല മോനായി തന്നെ ഡാനിഡ് വളർന്നു വലുതായി. അവൻ്റെ BTech പഠനമെല്ലാം കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ്റെ ആഗ്രഹം പോലെ കുറച്ച് നാൾ നാട്ടിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് നാട്ടിൽ MTech കഴിഞ്ഞ സമയം ചേട്ടനെ പോലെ എബ്രോഡ് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ സമയത്ത് ഞാനാണെങ്കിൽ പല രാജ്യങ്ങളിലെല്ലാം ജോലി ചെയ്തതിന് ശേഷം നൈജീരിയയിലെ ഏരിയ ജനറൽ മാനേജറായി ജോലി ചെയ്യുന്ന സമയം ഡാനിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം നന്നായി കഴിഞ്ഞ് അങ്ങനെ 1 വർഷം ഡാനിൻ്റെ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ലീവിന് നാട്ടിലെത്തിയപ്പോഴേക്കും UK കാനഡയിലോട്ടോ പോകണമെന്ന് ആഗ്രഹമായി. ആ കാലയളവിൽ നാട്ടിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ വർക്ക് ചെയ്തു. പിന്നെ കാനഡയിൽ പോയി അവിടെ പഠനമെല്ലാം കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവനിയോഗം പോലെ മരിയയുടെ പ്രപ്പോസൽ വരുന്നതും 2 മനസ്സുകൾ തമ്മിൽ ഇത്രമാത്രം അടുക്കുന്നതും 8 മാസത്തിന് ശേഷം ഇന്ന് അവർ വിവാഹിതരാകുന്നതും. ഈ 8 മാസത്തിൽ അവർ കുറേയൊക്കെ പരസ്പരം മനസ്സിലാക്കി കാണും, അറിഞ്ഞു കാണും. എന്നിരുന്നാലും രണ്ടുപേരോടും ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഇതുവരെ മനസ്സിലാക്കിയതും അറിഞ്ഞതും ഒന്നും ചിലപ്പോൾ പൂർണ്ണമാകണമെന്നില്ല. കാരണം ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെയാണ്. നിങ്ങൾ ഇനിയും പരസ്പരം അറിയുക, അടുക്കുക, സ്നേഹിക്കുക, അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുക. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും ഇനിയും എന്നും നിങ്ങളോടുകൂടി തന്നെ ഉണ്ടായിരിക്കും.